എന്റെ അല്ല അളിയ ഇങ്ങനെയൊന്നും എണ്ണ കത്തും. തീ അകത്തോട്ട് പിടിക്കണം, എണ്ണ കത്തും. കത്തി എടാ ആണേടാ. അയ്യോ എന്റെ കാല് പൊള്ളി. ഗയ്സ്, അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ കുറേ നാളായി വീഡിയോസൊക്കെ ചെയ്തിട്ട്, ഏകദേശം 1.5 ആഴ്ച അല്ലടിയാ, 1.5 ആഴ്ചയായി വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് മൊണ്ടിയായി പോയി. പിന്നെ നമ്മളെ കുറേ വീഡിയോസ് സെക്കൻഡ് പാർട്ട് ഇടാം, കുറേ ഒന്നുമില്ല, 2 വീഡിയോസ് സെക്കൻഡ് പാർട്ട് വരാനുണ്ട്. അതിൻ്റെ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വെച്ച് മുടങ്ങി പോവുകയൊക്കെ ചെയ്തു. പിന്നെ ഈ കൊറോണയൊക്കെ തന്നെയാണ് ഒരു റീസൺ എന്ന് പറയാൻ. പിന്നെ ലൈവ് ഉണ്ടായിരുന്നു, നമ്മളെ ലൈവ് ഫ്രീ ഫയർ ലൈവ് സ്ട്രീമിംഗ് ഒക്കെ ഒന്ന് മുടങ്ങി നിൽക്കുകയാണ്. എല്ലാം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് എടുക്കണം. അറിയത്തില്ല ഇനിയിപ്പോൾ എന്തരാകുമെന്നൊന്നും അറിയത്തില്ല. കുറച്ച് ദിവസം ഇതേപോലെ മൊണ്ടിയായിരിക്കും. എല്ലാവരും ആദ്യമേ ക്ഷമിക്കുക. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറയാൻ നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ടൊരു പ്ലാൻ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസമായി. പിന്നെ ഇപ്പോൾ ഒരു സമയം കിട്ടി നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചു. വലിയ ചിലവൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഇപ്പം ചെയ്യാൻ നിന്നേ. നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കോൾഗേറ്റും നമ്മൾ ഓയിലില്ലേ, വെളിച്ചെണ്ണ, ഇപ്പോൾ പാചകത്തിനൊക്കെ എടുക്കുന്ന വെളിച്ചെണ്ണയും കോൾഗേറ്റും തമ്മിൽ ഒരു എക്സ്പെരിമെൻ്റാണ്. നമ്മൾ ഈ കോൾഗേറ്റല്ല വെളിച്ചെണ്ണ തിളപ്പിച്ചിട്ട് അതിൽ നമ്മൾ കോൾഗേറ്റ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് നമ്മൾ ഇന്നിപ്പോൾ നോക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല, എന്തായാലും ചെയ്യുമ്പോൾ നമുക്ക് കാണാം. ഇത്രേ ഉള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇവിടെ ചെറുക്ക തിരിച്ച് ആദ്യം വെച്ച പോലെ പഠിക്കണം തന്നെ. നീ ഇപ്പൊ വീട്ടിൽ പണിയൊക്കെ ചെയ്യണ അറിയാം തന്നെ. ഞാൻ കൊണ്ടുവന്നേണല്ലോ. കൊരവേ എടാ, ഇത് എക്സ്പെരിമെന്റ് ആണ്, അല്ലാതെ നിന്റെ വീടിന്റെ പാലയച്ചല്ലേ. ഞാൻ എടാ, ഇത്രയും കഷ്ടപ്പെട്ട് ഓരോ സ്ക്രിപ്റ്റ് എഴുതണ്ടായിരുന്നു. യവനെ ഇതേപോലെ എക്സ്പെരിമെന്റിന് വിളിച്ചാൽ മതി. കത്തിയാളിയാ, അതാണ് എന്നാ വേറെ ചട്ടി വേറെ ആവല്ലേ. ചെറുക്കൻ ആത്മാർത്ഥ ഒരു വട്ടാ ചേട്ടാ. ഇതിപ്പോഴേ പോകണം, പാത്രം ഉണങ്ങിയിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. ഗേസ്, അപ്പോൾ നമ്മൾ തീയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. തീ കത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ പാത്രത്തിൽ വെള്ളം ഒന്ന് ഉണങ്ങിയിട്ട് ബാക്കി പരിപാടി തുടങ്ങാം. നമ്മൾ വിപിൻ ഭയങ്കര ആത്മഹത്യയിൽ നിൽക്കുകയാണ്. എന്തരാകുമെന്നൊന്നും അറിയാൻ വയ്യ. ഗേസ്, അപ്പോൾ നമ്മൾ എണ്ണ ഒഴിക്കുകയാണ്. ഇത് വെളിച്ചെണ്ണ ആണോ എന്ന് ചോദിച്ചാൽ വെളിച്ചെണ്ണ അല്ല, പാം ഓയിൽ ആണോ എന്ന് ചോദിച്ചാൽ പാം ഓയിലല്ല. ഇതെല്ലാം മെഷീനിലൊക്കെ ഒഴിക്കുന്ന എണ്ണ ഉണ്ടല്ലോ, ആ ടൈപ്പ് എണ്ണ മതി കളിയോ. ഗേസ്, അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പുകഞ്ഞ് വരെയാണെങ്കിൽ ചിക്കനൊക്കെ പൊരിക്കാൻ പോയിരിക്കണ പോലെയാണ് ആകർഷിക്കണം. ഗേസ്, അപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എണ്ണ ചൂടാവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതെല്ലാം മറ്റേ എണ്ണയാണ് കേട്ടോ. നമ്മൾ ഈ മെഷീനിലൊക്കെ ഒഴിക്കുന്നുണ്ടല്ലോ, മെഷീനിലൊക്കെ ഈ തുരുമ്പൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അമ്പർല മെഷീനോ അങ്ങനത്തെ മെഷീനിലൊക്കെ നമ്മൾ ഈ ലൂസ് ആവാനൊക്കെ ഒഴിക്കുന്ന മരുന്നില്ലേ, അപ്പോൾ ആ എണ്ണയാണ് കേട്ടോ. കൈ കിട്ടിയത് അതായിരുന്നു, അതങ്ങ് എടുത്ത്. ഇതൊരു 150 ml കാണും. ഇപ്പോൾ ചെറുക്കന്മാരൊക്കെ ഇവിടെ തീയരിക്കാനുള്ള വെപ്രാളത്തിലാണ്. എന്തിനാ കഴിക്കുന്ന സാധനം ഉണ്ടാക്കണം പോലെയാണ് നമ്മൾ എക്സ്പെരിമെൻ്റൊക്കെ ചെയ്യണത്. മാറി തിളച്ച് നല്ല സെറ്റ് പരുവാകുമ്പോൾ നമുക്ക് കോൾഗേറ്റ് ഒഴിച്ചിടാം. കോൾഗേറ്റ് കാണിച്ചു വിട്രാ. നമ്മളിപ്പോൾ യൂസ് ചെയ്യണത് കോൾഗേറ്റ് ശിവാക്ക 10 രൂപയാണ്. കുറച്ച് എക്സ്ട്രാ ഒക്കെ ഇത് കാണിച്ചിട്ടുണ്ട്, എക്സ്ട്രാ ഒന്നും കാണൂല കേസ്. അപ്പോൾ നമ്മൾ എണ്ണ തിളക്കാറായെന്ന് തോന്നുന്നു. തീയെ കണ്ട് വെളിയിൽ നിന്ന് കത്തണ്ട. ഇപ്പം എന്തിനാണ് ഇങ്ങനെ കോഴി എടുത്ത് ചാളല്ലേ ഇതിലോട്ട്. അളിയ ഇങ്ങനെയൊന്നും എണ്ണ കത്തും. തീ അകത്തോട്ട് പിടിക്കണം, എണ്ണ കത്തും. കത്തി എടാ ആണേടാ. അയ്യോ മണ്ണ് വാരി ഇറാ.
കോഴിക്കടിച്ച് വരുന്നത് അത് യവൻ നീ എന്തൊരു കാണിക്കണം ഇവിടെ എണ്ണ നിന്ന് കത്തണ്ട കുറച്ച് വെള്ളം കോരി കഴിയും എടാ കോൾഗേറ്റിടാ കേസ്. അപ്പൊ നമുക്ക് ഇനി കോൾഗേറ്റും കൂടെ ഒഴിച്ചു കൊടുക്കാം. അയ്യോ കോൾഗേറ്റ് ഇടാ അതിൻ്റെ അകത്തെങ്കിൽ കേസ്. കോൾഗേറ്റിന് ഇത്രയും പവർ ഉണ്ടെന്ന് ചെറുക്കൻ്റെ അടുത്ത് ഞാൻ മര്യാദക്ക് പറഞ്ഞാണ് തീയത്തും എണ്ണ കത്തി പോണൊക്കെയുണ്ടോ. അല്ല ഞാൻ പറഞ്ഞ ആദ്യമേ അത് എണ്ണ തീയത്തും തീ കൊറ അപ്പൊ നീ എന്തേലും പറഞ്ഞ കത്തത്തില്ലെന്ന്. യവനെ വയ്യേ യവനെ വിളിച്ചോണ്ടെന്ന് അവത്തായില്ലേ. ഇപ്പൊ 1/2 ലിറ്റർ എണ്ണ എന്നുള്ള സന്തോഷത്തിലാണ് വിളിച്ചോണ്ട് വന്നത്. എന്റെ അള്ള അണക്കിയത് നല്ല എക്സ്പെരിമെന്റ് അമ്മ. അല്ലളിയാ യൂട്യൂബ് ചരിത്രത്തിൽ തന്നെ ചീറ്റിപ്പോയ എക്സ്പെരിമെന്റിൽ ഇത്രയും സെറ്റ്. ഇവിടെ ജീവൻ പണയം വെച്ചാണ് എക്സ്പെരിമെന്റ് നടത്തിയത്. ഒന്നുമില്ല ആൻറ്റി, അതൊന്ന് തിളപ്പിച്ചിരുത്തിട്ട് കോൾഗേറ്റ് ഒഴിക്കണം. യവ അത് നിർത്തി കത്തിച്ച് വീട്ടിൽ പോയി മര്യാദ ചെയ്താൽ മതിയാണ്. എന്റെ കാല് പൊള്ളി, നിങ്ങളത് കാണുക. കാല് പൊള്ളിയെ വെച്ചോണ്ടിരിക്കും മനഃപൂർവ്വല്ലേ. ഇവിടെ തിളച്ചോണ്ടിരിക്കണ എണ്ണ കൈയിട്ട് വരണം. അവിടെ എന്തിനും ഉണ്ണാൻ വെച്ചേക്കണ. ഇത് കൂടെ കത്തട്ടെന്ന്. അവിടെ ആയിരുന്നേ നന്നായിരുന്നേനെ, വീട് നിന്ന് കത്തിയേനെ. അണച്ചോ ഒഴിച്ചണച്ചോ ഒഴിച്ചണച്ചോ അണച്ചോ. ഏമാരാണ് വല്ല കേസുണ്ട്. ഏമാര് പേരില് ഒരുത്തൻ കുടുംബം, ഒരുത്തൻ ഗേൾസ്. ഗേസ്. അപ്പൊ വീഡിയോനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുവിധം 3G ആയി പോയി. ഇടയ്ക്ക് വെച്ച് അവൻ്റെ വേലത്തരം കാരണം എണ്ണ എല്ലാം കൂടെ കത്തിപ്പിടിച്ച് ഒരു പരുവമായി. അപ്പം നമ്മൾ മിക്കവാറും അടുത്തൊരു വീഡിയോ കാണും. ചിലപ്പം ഇത് തന്നെ ആയിരിക്കും. നമ്മൾ ഇതൊന്നും കൂടെ സെറ്റ് ചെയ്യാനായിട്ടൊരു പ്ലാനുണ്ട്. നമ്മളിപ്പം 150 ml അല്ലേ, അപ്പോൾ അടുത്താണ് 1 കിലോ ഉണ്ട്. 3-4 കോൾഗേറ്റൊക്കെ എടുത്ത് സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഇവനെ വിളിക്കില്ല കേട്ടോ, ഇവനെ വിളിച്ചാൽ പിന്നെ കത്തും. അപ്പം വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ഇടണോ വേണ്ടതെന്ന് കുറേ നേരം നമ്മൾ ആലോചിച്ചാണ്. പിന്നെ പറഞ്ഞ് നമ്മൾ അടിയന്മാരാവുന്ന അങ്ങ് ഇട്ടേര് വിഷയം എന്തെന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഇടയാണ്. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെന്തുവാ എല്ലാവരും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട്ട് എനേബിൾ ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ വീഡിയോസൊക്കെ ഇടാനും ലൈവൊക്കെ കുറച്ച് മൊണ്ടിയായി കിടപ്പുണ്ട്. അപ്പം ഉടനെ ഒരു പവറായിട്ട് വരാം എന്നൊരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. അപ്പം ഇറ്റ്സ് മീ അർണസ് വിത്ത് ജ്യേഷ്ഠൻ. അവനെ വേറെന്താ വിവിനെ അളിയാളിയാന്നുള്ള ഗുഡ് ബൈ.